അപ്പോൾ ഇതെൻ്റെ മാരേജിന് മുന്നേ നടന്നുള്ള കുട്ടി കുട്ടി വ്ളോഗ്സ് ആട്ടോ. ആൻഡ് ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വെൻ എനിക്ക് നാണം വരുന്ന എനിക്കതൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്. സോ അപ്പം ഞാനിന്ന് ഷോപ്പിംഗ് പോവാണ്. ഇരുന്നോടെ സോ അപ്പം ഇന്ന് ഷോപ്പിംഗ് പോകണം. അപ്പം ഇന്ന് രാവിലെ തന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഷോപ്പിംഗ് പോവാണ് ടു ന്യൂക്ലിയസ് മോൾ. ന്യൂക്ലിയസ് മോൾ അതെ, അതെ കൊണ്ടുവരുന്ന അവിടെ ഉള്ള മരട് അതെ. സോ അപ്പം അവിടെ പോകണം. സോ ലെറ്റ് സി വാട്ട് ഐ ബൈ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, ഭയങ്കര മൊണോക്രമാറ്റിക്. ഇപ്പം ഈ ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ഇച്ചിരി വലിവുണ്ട്. ഓക്കെ, സോ അപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വിരുന്നിനൊക്കെ പോകുമ്പം എന്തെങ്കിലും ഇടണം. ഞാൻ പൊതുവെ ഒരു മിനിമലിസ്റ്റിൻ്റെ ആളാണ്. സോ ഫ്രം ട്രെൻഡ്സ് ആൻഡ് മാക്സ് ഐ ബോട്ട് സം കുർത്തീസ് അങ്ങനെ. അപ്പം ഇതിലേത് വേണം? എനിക്ക് ആക്ച്വലി വൈറ്റ് ഇഷ്ടമായി. ആൻഡ് ഓൾസോ യെല്ലോ വാസ് കൈൻഡ് ഓഫ് ഗുഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതെടുത്തില്ല. പിന്നെ ഇതെനിക്ക് അത്ര ഇഷ്ടമൊന്നുമായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന ഈ കുർത്തി എനിക്ക് പിന്നെ അതിഷ്ടമായി. സോ ഐ ബോട്ട് ദിസ്. അങ്ങനെ ട്രയൽ റൂമിലേക്കുള്ളൊരു ഇതായിരുന്നു. അത് ഷോപ്പിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടന് സൂട്ട് എടുക്കാൻ വേണ്ടി വന്നാട്ടോ ഞങ്ങളിവിടെ. ഇതെനിക്ക് തോന്നുന്നു കല്യാണത്തിന് എൻ്റെ വെഡ്ഡിങ്ങിന് ഇടാനുള്ള സൂട്ടായിരുന്നു നമ്മളവിടെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഇന്ന് ഉറക്കത്തിലൊക്കെ ആയിട്ട് കുറച്ച് ഇതാണ് തിരക്കൊക്കെ ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് ഞാൻ പിന്നെ ജിമ്മിൽ ആ ഇടയ്ക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാനൊക്കെ തുടങ്ങി. നമുക്ക് അതൊന്നും പിടിച്ച് നിൽക്കാൻ ആരോഗ്യമൊക്കെ വേണമല്ലോ. അങ്ങനെ എൻ്റെ നേരത്തെ ഗ്ലോ കാണുന്നുണ്ടോ? പിന്നെ കല്യാണത്തിന് നമ്മൾ മന്ത്രക്കൂട്ടി എടുക്കുമ്പോൾ നമ്മളിത് കോട്ടയം ശീമാട്ടി നട്ടു. ഇത് വന്നു കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. ലിറ്ററലി അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻഗേജ്മെൻറ്റിനുള്ള ജ്വല്ലറി ആയിരുന്നു. ഞാൻ റെൻ്റൽ ജ്വല്ലറി എടുത്തത്. ഇതാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ച കട അത് പൂട്ടിപ്പോയി. 7 മണിക്ക് മുന്നേ നമ്മൾ ജസ്റ്റ് 7:03 നമ്മളവിടെ എത്തിയത്. പക്ഷേ അത് പൂട്ടി. പിന്നെ വേറൊരു സ്ഥലത്ത് നോക്കി. പിന്നെ ലെഹങ്കയുടെ ലാസ്റ്റ് മിനിറ്റ് കുറേ ഓൾട്രേഷൻ ഉണ്ടായിരുന്നു. ഫോർ എൻഗേജ്മെൻറ്റ് ലെഹങ്ക ആയിട്ട് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാർലറിൽ പോയിട്ട് നമ്മൾ മുടിയൊക്കെ ശരിയാക്കണം. ഞാനാണെങ്കിൽ ആ സമയത്ത് തിരക്ക് കാരണം എനിക്ക് തല കഴുകാൻ മടിയായിരുന്നു. അങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തു, കയ്യിൽ വാക്സൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. I am satisfied, very muchly satisfied with my hair. എനിക്ക് അറിയാം സ്ട്രെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും. എനിക്കിപ്പോൾ മോട്ടോഴ്സ് ഒക്കെ ചെയ്യാൻ തോന്നും. ആൻഡ് ഓൾസോ ഐ പുട്ട് കുട്ടക്സ് ഇപ്പുറത്തെ കയ്യിലും കഴിച്ചത്. അങ്ങനെ ഞാൻ പാർലറിൽ നിന്ന് തിരിച്ചൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻഗേജ്മെൻറ്റ് തലേ ദിവസമായിരുന്നു നമ്മുടെ വീട്ടിലെ മധുരം വെപ്പുള്ള പരിപാടി കേട്ടോ. ക്യാമറോട്ട് നോക്കി ചിരിച്ച് നേരം ശരി എല്ലാം ശരിയാക്കാം. അമ്മൂമ്മ വരെ അങ്ങനെ 23rd ആട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റ്. സോ അപ്പം അത് രാവിലത്തെ എൻ്റെ മോർണിംഗ് പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ ആയിരുന്നേ. ജസ്റ്റ് സമയം നോക്കി തിരിച്ച് സന്തോഷിക്കുന്നത്. ഫേസ് നേരെ